ഹരി ഓം. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവത പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തിലൂടെയാണ്. നമ്മൾ എന്തിനാണ് ഭാഗവതം പഠിക്കുന്നതിന് മുമ്പ് ഈ ഭാഗവത മാഹാത്മ്യം മനസ്സിലാക്കുന്നത്? കാരണം ഒരു വസ്തുവിൻ്റെ ഗുണം എന്താണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിനെ നേടുവാനുള്ള ആഗ്രഹവും താത്പര്യവും നമ്മിൽ വർദ്ധിക്കും. ഇതുപോലെ തന്നെയാണ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഈ ഭാഗവതം പഠിക്കാനുള്ള ആഗ്രഹവും താത്പര്യവും നമ്മിൽ വർദ്ധിക്കും. അങ്ങനെ നമ്മളിപ്പോൾ കണ്ടു നിൽക്കുന്നത് സൂത ശൗനക സംവാദത്തിൽ സൂതൻ ശൗനകനോട് പറയുന്നതാണ്. ശൗനകൻ സൂതനോട് ചോദിച്ചിരുന്നു, ഏറ്റവും കൂടുതൽ ഗുണങ്ങളുള്ള ആ ഒരു വസ്തു എന്താണ്? ഏതറിവിനെ പ്രാപ്തമായാലാണ് എനിക്ക് എൻ്റെ മനസ്സിനെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കുക? തുടങ്ങി ധാരാളം ചോദ്യങ്ങൾ ശൗനകൻ ചോദിച്ചതിനെ തുടർന്ന് സൂതൻ ശൗനകന് നൽകുന്ന മറുപടിയാണ് നാം കാണുന്നത്. അങ്ങനെ സൂതൻ പറയുകയാണ്, ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതും ഭഗവാനെ പോലും സന്തോഷപ്പെടുത്തുന്നതുമായ അങ്ങനെയൊരു അറിവുണ്ട്. നമുക്ക് സൂതൻ്റെ വാക്കുകളിലേക്ക് പ്രവേശിക്കാം. കാലവ്യാള മുഖഗ്രാസത്രാസ നിർനാശഹേതവേ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലോകീരേണ ഭാഷിതം. കാലം എന്ന ശബ്ദത്തെ ഇവിടെ സർപ്പത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. കാലമാകുന്ന സർപ്പം, ആ സർപ്പത്തിൻ്റെ മുഖത്തേക്ക് പ്രവേശിക്കേണ്ടി വരുന്ന ഈ മനുഷ്യരുടെ ത്രാസ നിർനാശഹേതവേ, ഈ ഭയത്തെ നശിപ്പിക്കുന്നതായ ഈ ഭാഗവത ശാസ്ത്രത്തെ കലോകീരേണ ഭാഷിതം. ഇവിടെ ഒരു കാര്യം നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഭാഗവതം ആര് എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞു കൊടുത്തത്? ശ്രീശുക ബ്രഹ്മർഷിയാൽ പരീക്ഷിത്ത് മഹാരാജാവിന് കലിയുഗത്തിൽ തന്നെ ശ്രീമദ് ഭാഗവതത്തെ ഉപദേശിച്ചു എന്ന് നമുക്കറിയാം. പക്ഷേ ഇതിൽ നമ്മളുമായിട്ടൊരു ബന്ധമുണ്ട്. ശ്രദ്ധിക്കൂ, ശ്ലോകത്തിലേക്കൊന്ന് നോക്കൂ. കാലവ്യാള മുഖഗ്രാസത്രാസ നിർനാശഹേനവേ, കാലമാകുന്ന സർപ്പത്തിൻ്റെ മുഖാന്തർഭാഗത്ത് പ്രവേശിക്കേണ്ടി വരുന്നതിനാൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളെ നിശ്ചയമായും നശിപ്പിച്ചുകൊണ്ട് അവർക്ക് അമൃതത്വത്തെ പ്രദാനം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് കലിയുഗത്തിൽ ഈ ഭാഗവതം പറയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. കാലമാകുന്ന സർപ്പത്തെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും. ആ അനുഭവങ്ങൾ നമുക്കൊരു പക്ഷേ ഭയത്തെ നൽകാം, ചിലപ്പോൾ ദുഃഖത്തെ നൽകാം. ഇതുപോലെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ അതിൽ നിന്നും നേരിടേണ്ടി വരുന്ന ക്ലേശങ്ങളിൽ നിന്നും എങ്ങനെയാണ് ഒരു മനുഷ്യന് പുറത്തു കടക്കാൻ സാധിക്കുക? അതിനുള്ള ഉപായമാണ് ഇവിടെ ശ്രീമദ് ഭാഗവതം. ഇനി ഈ ഭാഗവതം വേദങ്ങളിൽ നിന്നും വ്യത്യസ്തമാണോ? അല്ല. സർവവേദാന്ത സിദ്ധാന്ത സാരമാകുന്ന ഈ ഭാഗവതം തന്നെയാണ് നമുക്ക് ഈ നിമിഷം എളുപ്പത്തിൽ മാർഗദർശനം കാണിക്കാൻ പ്രയോജനമായി തീരുക. ഏതസ്മാദപരം കിഞ്ചിത് മനഃശുദ്ധേന വിദ്യതേ ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. ഇനി ഈ ശ്രീമദ് ഭാഗവതത്തെക്കാൾ ശ്രേഷ്ഠമായ ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടോ? എന്തിനു വേണ്ടി? നമ്മുടെ മനസ്സിനെ പവിത്രീകരിക്കുവാൻ വേണ്ടി. ഭാഗവതത്തെക്കാൾ ഏതെങ്കിലും ശ്രേഷ്ഠമായ മറ്റെന്തെങ്കിലും അറിവുണ്ടോ? ഇല്ല. ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. അനേകം ജന്മങ്ങളിലൂടെ നമുക്ക് പ്രാപ്തമായ സുഹൃതത്തിൻ്റെ ഫലമായി മാത്രമാണ് നമുക്ക് ഈ നിമിഷം ഭാഗവതം പഠിക്കുവാനും കേൾക്കുവാനുമുള്ള അവസരം ലഭിക്കുന്നത്. ഒന്ന് നിൽക്കൂ, ഞാനൊന്ന് ചോദിക്കട്ടെ. ഭാഗവതത്തിലൂടെ മനസ്സിൻ്റെ ശുദ്ധി സംഭവിക്കുന്നത് എപ്രകാരമാണ്? ഭാഗവതം പഠിക്കാതിരുന്നാൽ എനിക്ക് മനഃശുദ്ധിയെ കൈവരിക്കാൻ സാധിക്കില്ലേ എന്ന സംശയം എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ ഉദിക്കാത്തത്? ഭാഗവതം പഠിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ കഥകൾ കേട്ടുകൊണ്ട് പോവുക എന്നല്ല. ഒരു ദിവസം നമ്മൾ ഭാഗവതം വായിച്ചാൽ സാധന ചെയ്ത് ആ കഥയിൽ നിന്നും കേട്ട തത്വത്തെ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ പ്രയോഗിക്കുക എന്ന് വ്യക്തമായി ബുദ്ധിപൂർവ്വം തീരുമാനിച്ച് അതിനെ പ്രയോഗിച്ചാൽ മാത്രമേ മനസ്സിൻ്റെ ശുദ്ധി സംഭവിക്കൂ. അല്ലാതെ വെറുതെ കേട്ടുപോയാലൊന്നും മനസ്സിൻ്റെ ശുദ്ധി ലഭിക്കില്ല. ഒപ്പം സാധനയും ചെയ്തുകൊണ്ടേയിരിക്കണം. രാവിലെ എണീക്കുക തന്നെ വേണം 5 മണിക്ക്. എന്നിട്ട് സൂര്യോദയത്തിന് മുമ്പ് സാധന നിർബന്ധമായും ചെയ്തിരിക്കണം.
പരീക്ഷിതേ കഥാ വക്തും സഭായാം സംസ്ഥിതേ ശുകേ സുധാകുംഭം ഗൃഹീത്വൈവ ദേവാസ്തത്ര സമാഗമൻ. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞുവല്ലോ, ശ്രീമദ് ഭാഗവതത്തെക്കാൾ മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ പറ്റുന്ന യാതൊരു ഉപായവുമില്ല എന്ന്. അതിനെ ഒന്നുകൂടി ഉറപ്പിക്കുവാൻ വേണ്ട ഒരു സംഗതി കൂടി ഈ ശ്ലോകത്തിൽ പറയുകയാണ്. പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിക്കാൻ ഗംഗാതീരത്തിൽ മുനിമാരുടെ സദസ്സിൽ ഏറ്റവും ഉന്നതമായ ആസനത്തിൽ ശ്രീ ശുഗമുനി ഇരുന്നപ്പോൾ അവിടേക്ക് ദേവന്മാർ അമൃതകലശവുമായി പ്രവേശിക്കുകയാണ്. ശുകം നത്വാവതൻ സർവേ സുഖാര്യകുശലാസുരാഹ കഥാസുധാം പ്രയച്ഛസ്വ ഗൃഹീത്വൈവ സുധാമിമാം. ലാഭായ വ്യവഹ്രീയതേ, ലാഭത്തിനായിക്കൊണ്ടാണ് വ്യവഹാരം എന്ന നീതിയെ അവലംബിച്ചുകൊണ്ട് ഇവിടെ ദേവന്മാർ പറയുകയാണ്. ആരോട്? ശ്രീ ശുഗമുനിയോട്. ദേവന്മാരുടെ കയ്യിൽ എന്താണുള്ളത്? അമൃതകുംഭം. അമൃതകുംഭവുമായി സഭയിലേക്ക് പ്രവേശിച്ച് ദേവന്മാർ ശ്രീ ശുഗമുനിയോട് പറയുന്നു, ശ്രീ ശുഗമുനിയെ ആദ്യം നമസ്കരിച്ചുകൊണ്ട് ഞങ്ങളുടെ കയ്യിലുള്ള ഈ അമൃതകുംഭത്തെ അങ്ങ് സ്വീകരിക്കുക, പകരം അങ്ങ് പറയുവാൻ ഭാവിക്കുന്ന കഥാമൃതത്തെ ഞങ്ങൾക്ക് നൽകുക എന്നെല്ലാ ദേവന്മാരും ഐക്യകണ്ഠേന പറയുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കും, ദേവന്മാരെന്തിനാണ് അവരുടെ കയ്യിൽ ആ കലശത്തിലുള്ള അമൃതകുംഭം ശ്രീ ശുഗമുനിക്ക് കൊടുത്തുകൊണ്ട് ഈ കഥാമൃതത്തെ സ്വീകരിക്കുവാൻ ഇത്രയും താല്പര്യം എന്തുകൊണ്ടാണ് ദേവന്മാർക്ക്? അതിനർത്ഥം ഈ ദേവന്മാരുടെ കയ്യിലുള്ള അമൃതത്തെക്കാൾ ശ്രേഷ്ഠമായ അമൃതാണ് ശ്രീമദ് ഭാഗവതാമൃതം എന്നറിയുന്നത് കൊണ്ടു തന്നെയാണ് ദേവന്മാർ അമൃത കലശം പോലും ശുഗബ്രഹ്മർഷിക്ക് കൊടുത്തുകൊണ്ട് കഥാമൃതത്തെ സ്വീകരിക്കുവാൻ തയ്യാറായത്. ഈ ഒരു കാര്യം നമുക്ക് വ്യക്തമാക്കി തരികയാണ് ഈ ഭാഗവതത്തിൻ്റെ മഹത്വം എത്ര വിശാലമാണെന്ന്. അതുകൊണ്ട് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു വശത്ത് അമൃതകലശവുമുണ്ട്, വേറൊരു വശത്ത് ഭാഗവതാമൃതവുമുണ്ട്. ഇതിലേതാണ് നമ്മൾ തിരഞ്ഞെടുക്കുക? അമൃതകലശത്തിലെ അമൃതെടുത്ത് സേവിച്ചാൽ ശരീരത്തിന് മരണം സംഭവിക്കില്ല, ശരിയാണ്. പക്ഷേ മനസ്സിനുള്ള ദുഃഖങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കില്ല. ഭാഗവതാമൃതത്തെ സേവിച്ചാലോ പരമാനന്ദം. ഓരോ നിമിഷവും നമുക്ക് ആനന്ദത്തെ അന്വേഷിച്ച് പുറമേ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ നിമിഷം തന്നെ നമുക്ക് സന്തോഷമായിരിക്കാൻ സാധിക്കും, ശാന്തമായിരിക്കാൻ സാധിക്കും. ഏതു കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ കർമ്മങ്ങൾ ഭയമില്ലാതെ സ്വസ്ഥമായ മനസ്സോടെ ഏകാഗ്രതയോടെ ചെയ്യുവാനുള്ള ശക്തി നമുക്ക് പ്രാപ്തമാകുന്നതാണ്. അതിനാകുന്നു ഈ ഭാഗവതാമൃതം. അതുകൊണ്ട് ഇത് വെറും കഥകളല്ല, നമുക്കാവശ്യം ആ കഥയ്ക്ക് പിന്നിലുള്ള തത്വത്തെയാണ്. അതുകൊണ്ട് ഇവിടെ നമുക്കൊരു ഉത്തരവാദിത്വവും കൂടിയുണ്ട്. ഈ ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് പോലും അബദ്ധം സംഭവിക്കാം. നമ്മൾ കഥകളെങ്ങനെ കേട്ട് ആസ്വദിച്ചു കൊണ്ടുപോകും. പക്ഷേ അറിവിനെ അതിൽ നിന്നും വേർതിരിച്ചെടുക്കുവാൻ നമ്മൾ വിസ്മരിച്ചു പോകും. അതിനാണ് നമുക്ക് സാധന ചെയ്യേണ്ടത്. വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ ദിവസവും മുടങ്ങാതെയുള്ള സാധന. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ ഒട്ടും മടിക്കരുത്. ഏവർക്കും വിനീതമായ പ്രണാമം. ഹരി ഓം.